നമസ്കാരം. ഒരു ദിവസത്തിന്റെ സമഗ്രമായ വാർത്താ ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. നിരവധി വാർത്തകൾ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം പ്രധാനപ്പെട്ട വാർത്തകൾ. മുഖ്യമന്ത്രി ജയിലിൽ കഴിയുന്നതിനിടെ ആം ആദ്മി പാർട്ടിക്ക് പുതിയ തിരിച്ചടി. രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചു. പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന ആരോപണം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 15 നാളുകൾ മാത്രം. പ്രചരണ രംഗത്ത് ചർച്ചയായി പെൻഷൻ വിവാദം. ക്ഷേമ പെൻഷൻ സർക്കാർ ഭിക്ഷയാക്കിയെന്ന് പ്രതിപക്ഷം. പെൻഷൻ മുടക്കിയത് കേന്ദ്രമെന്ന് മുഖ്യമന്ത്രി. വോട്ടർമാർക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ നിയമ നടപടിക്ക്. അനിൽ ആന്റണിക്കെതിരായ കോഴ ആരോപണം സ്ഥിരീകരിച്ച് PJ കുര്യൻ. അനിലിൽ നിന്ന് പണം തിരികെ വാങ്ങിക്കൊടുക്കാൻ ദല്ലാൽ നന്ദകുമാറിനായി ഇടപെട്ടു. ദല്ലാലിനെ പരിചയപ്പെടുത്തിയത് കുര്യനെന്ന് തിരിച്ചടിച്ച് അനിൽ ആന്റണി. നന്ദകുമാർ കോൺഗ്രസുകാരനായിരുന്നുവെന്ന് ഉമാ തോമസ്. പ്രതിരോധ മന്ത്രിയായിരിക്കെ ആന്റണിയുടെ ഓഫീസിൽ നടന്നതെന്ത്? ചെറിയ പെരുന്നാൾ സന്ദേശങ്ങളിൽ നിറഞ്ഞ കേരള സ്റ്റോറി. കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമാകരുതെന്ന് പാളയം ഇമാം. മതസൗഹാർദ്ദം തകർക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ലെന്ന് ഹുസൈൻ മടവൂർ. പ്രകോപനങ്ങളിൽ വീഴരുതെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ കത്തോലിക്ക രൂപതകൾക്ക് ഭിന്നസ്വരം. സിനിമയുടെ പ്രദർശനം തുടർന്ന് KCYM. മണിപ്പൂർ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച് എറണാകുളം സാൻജോപുരം പള്ളി. കരിവന്നൂരിന് പിന്നാലെ മാസപ്പടി കേസിലും അന്വേഷണം ഊർജിതമാക്കി ED. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാടിൽ CMRL ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ്. നാളെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. ചുട്ടുപൊള്ളി കേരളം. പാലക്കാട് ചൂട് 45 ഡിഗ്രി കടന്നു. 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. വൈദ്യുതി ഉപഭോഗവും റെക്കോർഡിൽ. മാർച്ചിലെ ഉപഭോഗത്തിൽ 12% വർധനവ്. ഇന്നലെ ഉപയോഗിച്ചത് 111 മെഗാ യൂണിറ്റ് വൈദ്യുതി. കോട്ടയം വെള്ളൂരിൽ ട്രെയിൻ തട്ടി വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. അപകടം ആറ്റുവേല ഉത്സവം കണ്ട് മടങ്ങി വരും വഴി. മരണപ്പെട്ടത് മംഗളം കോളേജിലെ BBA വിദ്യാർത്ഥികൾ. പ്രശസ്ത നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ. ഓർമ്മയായത് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ബഹുമുഖ പ്രതിഭ. നടിയാക്രമക്കേസിൽ മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി പരിശോധിച്ചു. അതിജീവിതയുടെ ആരോപണം ശരിവെച്ച് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട്. ഹൈക്കോടതി നിരീക്ഷണത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് അതിജീവിത കോടതിയിൽ. കൊച്ചി അധോലോകത്ത് ഗുണ്ടകളുടെ കുടിപ്പക. ഗുണ്ടാ നേതാവിനെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് നിരവധി കേസുകളിൽ പ്രതിയായ വിനു വിക്രമൻ. 2 പേർ പോലീസ് പിടിയിൽ. വിശദമായി തന്നെ നമുക്ക് വാർത്തകളിലേക്ക് വരാം. ആദ്യം തന്നെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കടുത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു. പാർട്ടിയുടെ അംഗത്വവും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ രാജി. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ജയിലിൽ കഴിയുന്നതിനിടെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി വീണ്ടും ഉണ്ടാവുന്നത്. മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മനു, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറുകയാണിത്. പാർട്ടിക്കെതിരെ കടുത്ത ആരോപണമുയരുന്നത് ആഭ്യന്തരമായി തന്നെ ഒരു മന്ത്രി തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് ഈ സാഹചര്യം? സജിത്ത്, ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കൂടുതൽ നിർണായകമായ ഒരു ശക്തിയാകും രാജ്യത്ത് എന്നൊക്കെയുള്ള പ്രതീക്ഷ പാർട്ടി അണികളിലും അതുപോലെ ഇന്ത്യ മുന്നണിയിലുമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ തിരിച്ചടികൾ വരുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം.
നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായ ഒരു ഘട്ടത്തിൽ അതിനെയൊക്കെ കേന്ദ്ര ഏജൻസികളുടെ തെറ്റായ നടപടി എന്ന തരത്തിലാണ് വ്യാഖ്യാനിച്ചത്. സഞ്ജയ് സിംഗിന് ഏറ്റവും ഒടുവിൽ ജാമ്യം കിട്ടിയ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ത് തെളിവുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ തങ്ങൾ നിരപരാധികളാണ് എന്നൊരു ചിത്രം മുന്നോട്ട് വയ്ക്കാൻ ഒരു പ്രതിരോധത്തിന് ആം ആദ്മി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ആ സാഹചര്യമൊക്കെ ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള കോടതിയുടെ നിരീക്ഷണം, അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ പണം കൈപ്പറ്റുന്നതിനെ സംബന്ധിച്ച് ഇഡിയുടെ ഭാഗത്ത് തെളിവുകളുണ്ട് എന്നൊക്കെയുള്ള ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണം വലിയ തോതിൽ പാർട്ടിയെ പിടിച്ച് ഉലച്ചിരിക്കുന്നു. അതിന് ഒപ്പമാണ് സാമൂഹ്യക്ഷേമവും അതുപോലെ SC ST ക്ഷേമവുമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടി രാജിവെക്കുന്നത്. രാജ്കുമാർ നമുക്കറിയാം, അദ്ദേഹം 2011 ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന വലിയ മുന്നേറ്റം അരവിന്ദ് കെജ്രിവാൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ വലിയ തന്ത്രപ്രധാനമായ ഒരു വ്യക്തിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തന രംഗത്ത് വന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം, വളരെ പിന്നോക്ക സാഹചര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അംബേദ്കറിൻ്റെ ഒരു സ്വാധീനത്തോടു കൂടിയാണ് താൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിച്ചു എന്നാണ് രാജ്കുമാർ ആനന്ദ് പറയുന്നത്. പക്ഷേ ഒരു പാർട്ടി പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. നേരത്തെ അഴിമതിക്ക് എതിരെ പ്രസംഗിച്ച കെജ്രിവാൾ രാഷ്ട്രീയം മാറുമ്പോൾ രാജ്യം മാറും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയം മാറിയപ്പോൾ രാഷ്ട്രീയക്കാർ മാറിയിരിക്കുന്നു എന്ന് രാജ്കുമാർ ആനന്ദ് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അരവിന്ദ് കെജ്രിവാളുടെ പാർട്ടി പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങി എന്ന ഒരു ആരോപണമാണ് മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രാജ്കുമാർ ആനന്ദിന് നേരെ മുമ്പ് ഇഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു. അപ്പോൾ 7 കോടി രൂപയുടെ ചില തട്ടിപ്പുകൾ, അതായത് ഈ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വില കുറച്ച് കാണിച്ച് 7 കോടി രൂപയോളം അത്തരത്തിൽ ക്രമക്കേടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇഡി അന്ന് റെയ്ഡ് നടത്തിയത്. രാജ്കുമാർ ആനന്ദ് വളരെ ദരിദ്ര സാഹചര്യത്തിൽ ജനിച്ച ഒരാളാണെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ അലിഗറിലായിരുന്നു. അവിടെ ചെല്ലുകയും ഈ ആക്രി സാധനങ്ങൾ വിൽക്കുന്ന മുത്തശ്ശനോടൊപ്പം താമസിക്കുകയും പിന്നീട് സ്വന്തം നിലയിൽ അധ്വാനിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് രാജ്കുമാർ ആനന്ദ്. പക്ഷേ 1996 അദ്ദേഹം റെക്സിൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. വലിയ ഒരു വ്യവസായ പ്രമുഖൻ എന്ന നിലയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ഈ ചൈനയിൽ നിന്ന് അദ്ദേഹം സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില കേസിലാണ് ഇഡി അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. ഏതായാലും അത്തരത്തിലുള്ള റെയ്ഡ് ഭയന്നാണ് ഈ ആനന്ദ് ഇങ്ങനെ പാർട്ടി മാറുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് വരുന്നു. അതേസമയം അതിഷി ഇതുപോലെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി അതിഷി വ്യക്തമാക്കിയത് തന്നെയും BJP ഇതുപോലെ സമീപിച്ചിരുന്നു, പാർട്ടി വിടണം, BJPയിൽ ചേരണമെന്ന്. സമാനമായ സാഹചര്യമാണ് ഈ മന്ത്രിക്കും ഉണ്ടായിട്ടുള്ളത്, രാജ്കുമാർ ആനന്ദിനും ഉണ്ടായിട്ടുള്ളത് എന്ന് അതിഷി വ്യക്തമാക്കുന്നു. ഇത് സഞ്ജയ് സിംഗിനെ പോലെ എല്ലാവർക്കും പോരാടി ജയിക്കാനാകില്ല എന്ന പ്രതികരണമാണ് സൗരഭ് ഭരദ്വാജിനെ പോലുള്ള ആം ആദ്മി നേതാക്കൾ പറയുന്നത്. ചിലർ ഈ ഇഡിയെയും അതുപോലെ കേന്ദ്ര ഏജൻസികളെയും ഭയന്ന് പെട്ടെന്ന് തന്നെ പാർട്ടി വിടുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ തങ്ങൾ മുന്നോട്ട് പൊരുതും എന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ കെജ്രിവാൾ ജയിലിൽ തുടരുന്നു. അദ്ദേഹം ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും. അദ്ദേഹത്തിന് എതിരെ കേസെടുത്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിയൊരു സാഹചര്യത്തിൽ വൈകാതെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അഴിമതിക്കെതിരെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു പോരാട്ടത്തിലൂടെ അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പൂർണ്ണമായും അഴിമതി സംബന്ധമായ ആരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന ഒരു വിവാദമാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്. അതാണ് സാഹചര്യം. ആം ആദ്മി പാർട്ടി കടുത്ത തിരിച്ചടി നേരിടുകയാണ്. സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ അഴിമതി ആക്ഷേപം ഉയരുന്നു. അത് സ്വാഭാവികമായും എങ്ങനെ പ്രതിരോധിക്കുമെന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ആം ആദ്മി പാർട്ടി നീങ്ങുന്നു, പ്രത്യേകിച്ച് കെജ്രിവാൾ ജയിലിലാകുന്ന പശ്ചാത്തലത്തിൽ കൂടി. നമ്മൾ പോകുന്നത് ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിലെ ഈ NDAയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ ആക്ഷേപം ഇന്നലെ ഉയർന്നതാണ്. അദ്ദേഹം പണം വാങ്ങി എന്ന ആക്ഷേപമാണ് ഉയർന്നത്. ദല്ലാൽ നന്ദകുമാറിൻ്റെ ഈ ആരോപണത്തിൽ പോര് കണക്കുകയാണ്. നന്ദകുമാർ ആരോപിച്ച പണമിടപാട് നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായ PJ കുര്യനാണ്. പണം തിരികെ വാങ്ങി നൽകാൻ താൻ ഇടപെട്ടിരുന്നു എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ കാര്യമോ കാശ് മേടിച്ച് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊന്നും എന്നോടാരും എനിക്ക് പറഞ്ഞിട്ടില്ല.
എനിക്കതിനകത്ത് അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ ഓർമ്മ, എനിക്കതിനകത്ത് അത് അനിൽ ആൻ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര ഓർമ്മ എനിക്ക് ഇക്കാര്യത്തിൽ പോലും. ഞാൻ ഇന്ന് TV ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞത് കണ്ടു, TV ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു. ഈ CBI കാര്യമോ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞില്ല. 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. 8 ലക്ഷം രൂപ ആണെന്നുള്ള വിവരം എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക്. എന്നാൽ ശക്തമായി തിരിച്ചടിക്കുകയാണ് അനിൽ ആന്റണി. ആരോപണം അടിസ്ഥാനരഹിതമാണ്. ദല്ലാൽ നന്ദകുമാറിനെ തന്നെ പരിചയപ്പെടുത്തിയത് PJ കുര്യനാണ്. പരാജയഭീതി മുതൽ കോൺഗ്രസ് നെറുകെട്ട രാഷ്ട്രീയം കളിക്കുകയോ ആണെന്നാണ് അനിൽ ആന്റണി തിരിച്ചടിക്കുന്നത്. ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ PJ കുര്യൻ. ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച 52 വർഷം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ്. പണ്ട് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആന്റണിയെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് AK ആന്റണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഇന്നലെ ഞാൻ പറയാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ ഇന്ന് കുര്യൻ സാർ എന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ളൊരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഇതേപോലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരും. ഈ ആരോപണം വലിയ രീതിയിലാണ് പോര് മുറുകുന്നത്. ഇന്നലെ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ആരോപണത്തിൽ PT തോമസിനും ഈ ആരോപണത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് ഈ ആക്ഷേപത്തെക്കുറിച്ച് അറിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പത്നി ഇപ്പോൾ MLA ആയ ഉമാ തോമസ് പറയുന്നത്. പക്ഷേ ദല്ലാൽ നന്ദകുമാർ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന കാര്യം ഉമാ തോമസ് പറഞ്ഞു വയ്ക്കുന്നു. പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല. എനിക്ക് നന്ദകുമാറിനെ നന്ദപ്പൻ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ ഒരു സൈക്കിളെ ഓട്ടി ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു നന്ദകുമാർ. ഈ നന്ദപ്പൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പം നന്ദപ്പന് ഇപ്പം ഇങ്ങനെയൊരു ആരോപണം പറയുമ്പോൾ ഇതിൽ എനിക്ക് ഒരറിവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം, PT തോമസിനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും. പിന്നെ ഇലക്ഷൻ കാലം നമ്മളിപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ട് 20 സീറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാതെ, ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു അറിവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പുതിയ വിവാദമായി ഇത് മാറുകയാണ്. കാരണം ഇതിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന, ആക്ഷേപം നേരിടുന്ന വ്യക്തി രാജ്യത്തെ തന്നെ സുപ്രധാനമായ പദവിയിലിരുന്ന വ്യക്തിയാണ്. അവരുടെ മകനാണ് എന്നതാണ് അതിൻ്റെ ആക്ഷേപം ഘടിപ്പിക്കുന്നത്. ഒപ്പം ഇതിന് മറുപുറം കൂടിയുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. BV അരുൺ ചേരുന്നു. അരുൺ, ഈ ആക്ഷേപങ്ങളുടെ മറുപുറം, ആര് പണം കൊടുത്തു, ആര് പണം വാങ്ങി, അതിൻ്റെ വസ്തുതകൾക്കപ്പുറം പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ മകൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഇടപാട് നടത്തിയത് എന്ന ആക്ഷേപം അതിൻ്റെ ഒരു സൈഡായി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസോ അദ്ദേഹത്തിൻ്റെ അധികാരത്തെയോ പിൻപറ്റി എന്തു ശ്രമം നടന്നു എന്ന ആക്ഷേപം ഉന്നയിക്കപ്പെടും. അതിന് കോൺഗ്രസ് കൂടി മറുപടി പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ CPM അടക്കം ഇത് ഏറ്റെടുക്കുമോ? എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ ചിത്രം? ഇക്കാര്യത്തിൽ അനിൽ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണമെന്ന് പറഞ്ഞു മാത്രം അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പകരം ഈ ആരോപണം യഥാർത്ഥത്തിൽ ചെന്നുകൊള്ളുന്നത് AK ആന്റണിക്കാണ്. AK ആന്റണി എന്ന ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും സംശുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവെന്ന
പേരുള്ള ഒരു നേതാവിന്റെ ആ സംശുദ്ധിയാണ് ഇദ്ദേഹത്തിന്റെ ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലോടുകൂടി അല്ലെങ്കിൽ ആരോപണത്തോടുകൂടി, വെളിപ്പെടുത്തൽ അദ്ദേഹം പറഞ്ഞ വസ്തുതയെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല, ആ ആരോപണം തന്നെ പറയാം ഈ ഘട്ടത്തിൽ. ആ ആരോപണത്തിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത് AK ആന്റണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ സംശുദ്ധി കൂടിയാണ്. സ്വാഭാവികമായും അനിൽ ആന്റണി എന്ന ഒരു വ്യക്തിക്ക് അന്ന് ഡൽഹിയിൽ താമസിച്ചിരുന്ന അയാൾക്ക് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള രഹസ്യരേഖകൾ, പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ, അവിടുത്തെ കോൺസുൽ നിയമനത്തിന്റെ രേഖകളൊക്കെ ലഭിക്കണമെങ്കിൽ അത് AK ആന്റണി എന്ന പ്രതിരോധ മന്ത്രിയുടെ അധികാരത്തെ മറപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിൻപറ്റിക്കൊണ്ട് മാത്രമേ കഴിയൂ. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ദല്ലാൽ നന്ദകുമാർ അക്കാര്യത്തിന് അനിൽ ആന്റണിയെ സമീപിക്കുകയും ആ പണം കൊടുക്കുകയും ചെയ്തുവെന്ന നന്ദകുമാറിന്റെ ആരോപണത്തെ മുഖവിലേക്കെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ കുറ്റക്കാരനാകുക അനിൽ ആന്റണിക്കപ്പുറം AK ആന്റണി എന്ന അന്നത്തെ പ്രതിരോധ മന്ത്രി കൂടിയാണ്. നമുക്കറിയാം, അനിൽ ആന്റണി BJPയിലേക്ക് വരുമ്പോൾ പല അഭ്യൂഹങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ചില ഭീഷണികളും വിരട്ടലുകളും അതിന് പിന്നിലുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ വന്നിരുന്നു. ഒരുപക്ഷെ അതിലേക്കൊക്കെ കൂടുതൽ ചർച്ചകൾ കൊണ്ടുപോകുന്ന വെളിപ്പെടുത്തലാകാം, ആരോപണമാകാം ഇപ്പോൾ നന്ദകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്തിന് അനിൽ ആന്റണിക്ക് പണം നൽകണം? അനിൽ ആന്റണി എന്ത് രേഖയാണ് എടുത്തു നൽകിയത്? ചില കാര്യങ്ങൾക്ക് തന്നെ നന്ദകുമാർ സമീപിച്ചിരുന്നു എന്നുകൂടി അനിൽ ആന്റണി പറയുമ്പോൾ, താൻ അത് നിരസിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്തോ വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അത് അനിൽ ആന്റണി പറയും പോലെ ഇത്തരത്തിൽ PJ കുര്യൻ പരിചയപ്പെടുത്തിയ ഒരാൾ, അയാൾ വരുമ്പോൾ സ്വാഭാവികമായും താൻ ഒരു പരിചയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നപ്പോൾ ചില കാര്യങ്ങൾ തന്നെ ദുരുപയോഗം ചെയ്യാൻ, തന്റെ പിതാവിന്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടെ അത് അനിൽ ആന്റണിയും AK ആന്റണിയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഇദ്ദേഹം പറയുന്നത് പോലെ, ദല്ലാൽ നന്ദകുമാർ പറയുന്നത് പോലെ പണം വാങ്ങി ചെയ്തു കൊടുക്കാമെന്ന് ഇദ്ദേഹം ഉറപ്പ് നൽകിയെങ്കിൽ, ചില വളരെ ഗുരുതരമായ ആരോപണങ്ങൾ CBI ഡയറക്ടറുടെ വസതിയിലെത്തിയതടക്കമുള്ള ആരോപണങ്ങൾ കൂടി നന്ദകുമാർ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ ചോദ്യം ചെയ്യപ്പെടുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ AK ആന്റണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ആദർശധീരത എന്ന അസ്തിത്വത്തെ കൂടിയാണ് ഇപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത്, ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിക്കുന്നത്. അനിൽ ആന്റണി തന്നെ തള്ളിക്കളയുന്നിടത്തോളം അതിന് മറ്റു തെളിവുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരാനിടയില്ല. പക്ഷേ ആ സംശയങ്ങൾ ഇനിയും ഉയർന്നു വരും. അത് കോൺഗ്രസ് നേതൃത്വത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ്. ഒരുപക്ഷെ അനിൽ ആന്റണി ഇപ്പോൾ BJPക്കൊപ്പമായതിനാൽ അത്തരം അന്വേഷണങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കാൻ ഇടയില്ല. ഇവിടെ മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസ് കൂടിയാണ്, AK ആന്റണി കൂടിയാണ്. ഇന്നലെ AK ആന്റണി വാർത്താ സമ്മേളനം നടത്തിയാണ് ചില കാര്യങ്ങൾ, മകന്റെ BJP ബന്ധത്തെയൊക്കെ തള്ളിപ്പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം തോൽക്കണമെന്ന നിലപാട് വ്യക്തമാക്കിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി AK ആന്റണി മറുപടി പറയേണ്ടി വരും, കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരും. ദല്ലാൽ നന്ദകുമാറിന് ഇത്തരൊരു പരാതി ഉണ്ടായിരുന്നു സ്ഥിരീകരിക്കുന്നത് PJ കുര്യൻ എന്ന ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ പ്രധാന മുഖമായിരുന്ന നേതാവ് കൂടിയാണ്. അവിടെയാണ് അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. AK ആന്റണിയുടെ ഓഫീസിനെ മറയാക്കിയെങ്കിലും അത് സ്വാഭാവികമായും AK ആന്റണിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് ആരും പറയുന്നില്ല. ആ ആരോപണം ഇപ്പോൾ ഉന്നയിക്കാൻ ആർക്കും കഴിയുകയുമില്ല. അതിനപ്പുറത്തേക്ക് ആ ഓഫീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ അതിനെ കരുവാക്കിക്കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രമങ്ങളെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് നന്ദകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് വലിയ ചർച്ചയായി മാറാം. CPM എങ്ങനെ ഇതിനെ ഏറ്റെടുക്കും? കാരണം കോൺഗ്രസ് സ്വാഭാവികമായ വിഷയത്തിൽ കാര്യമായ മറുപടി പറയാൻ കഴിയില്ല. അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ്, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്തിനെതിരെ കൂടിയാണ് ഈ ആരോപണം. അദ്ദേഹത്തിന്റെ സംശുദ്ധിയെ കൂടി ചോദ്യം ചെയ്യുന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അവർ ഇടപെടില്ല. അനിൽ ആന്റണി BJPയുടെ പ്രധാന ദേശീയ നേതാക്കളിൽ ഒരാളായി വളർന്നു വരുന്ന ആളാണ്. കേരളത്തിൽ അത്രയധികം പ്രാധാന്യം നൽകി BJP കൊണ്ടു നടക്കുന്ന ആൾ കൂടിയാണ് അനിൽ ആന്റണി. അതുകൊണ്ട് BJPയുടെ ഭാഗത്തും അത്തരമൊരു ആരോപണമോ അന്വേഷണമോ ഉണ്ടാകാനിടയില്ല. ഇടതുപക്ഷം എങ്ങനെ ഇതിനെ ഏറ്റെടുക്കും എന്നതിനനുസരിച്ചിരിക്കും ഈ വിവാദത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. ഇടതു കേന്ദ്രങ്ങൾ ദല്ലാൽ നന്ദകുമാർ എന്ന അത്ര വിശ്വാസ്യതയില്ലാത്ത ഒരാളുടെ ആരോപണങ്ങൾ അതേപടി ഏറ്റെടുക്കുമോ എന്ന കാര്യം അത്ര വ്യക്തമല്ല. കാരണം നേരത്തെ ഇടതുമുന്നണിയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ദല്ലാൽ നന്ദകുമാർ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്ദകുമാറിന്റെ വാക്കുകളെ എത്രത്തോളം ഗൗരവത്തോടെ CPM ഇടതുപക്ഷം എടുക്കുമെന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. അതാണ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. അനിൽ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണമാണെങ്കിലും ഫലത്തിൽ അത് പിതാവ് AK ആന്റണി അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നപ്പോൾ നടന്ന ചില ഇടപാടുകളിലേക്ക് പോലും ആരോപണത്തിൻ്റെ വിരൽത്തുമ്പ് നീളുന്നു എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. നാളെ അതിൻ്റെ തുടർച്ച നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശയെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. BJPക്ക് വേണ്ടി നെയ്യാകാൻ വെണ്ണയായി കാത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. BJPയെ ഭയപ്പെട്ട് ലീഗിനെ മാറ്റി നിർത്താൻ സ്വന്തം കൊടി പോലും ഉപേക്ഷിച്ചവരാണ് കോൺഗ്രസ്സുകാരെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. RSS BJP രാഷ്ട്രീയം പറയാൻ ഇപ്പോഴേ ഇത്രയും വാശിയുള്ള ഇത്തരം മാന്യന്മാർ
അഥവാ എങ്ങാനും ഇവിടെ എത്തിപ്പോയാൽ സ്ഥിതി എന്താ? പഴയ ചൊല്ലുണ്ട്, നമ്മളെല്ലാം പഠിച്ചതാണ്. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് ഓരിട്ട് കരുതേണമോ? ഇതാണ് ചോദ്യം. പഴയ ബന്ധത്തിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് ഓരിട്ട് കരുതേണമോ? നിലത്ത് വെച്ചാൽ മതി, ഇവിടെ വെച്ചാൽ മതി, വെണ്ണ നെയ്യാകും. അതുപോലെ ഇവരൊക്കെ വെണ്ണയാണ്. BJPക്ക് വേണ്ടി നെയ്യാകാൻ കാത്തിരിക്കുന്ന വെണ്ണയാണ് ഇത്തരം കോൺഗ്രസ്സുകാർ. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഉദ്യോഗസ്ഥർക്ക് ED നോട്ടീസ് നൽകി. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാവാനാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയാണ് നാളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ളത്. വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRL നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. നമ്മൾ വീണ്ടും വരുമ്പോൾ കേരളം കഴിഞ്ഞ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് വരുന്നത്. ചെറിയ പെരുന്നാൾ ദിവസമായിരുന്നു ഇന്ന് ഈ ദിവസവും കേരള സ്റ്റോറി വിവാദമാണ് ഈദ് ദിന സന്ദേശങ്ങളിൽ ചർച്ചയായത്. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന സഭാ നിലപാടിനെതിരെ രംഗത്തു വന്ന പാളയം ഇമാം കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമായി മാറരുതെന്ന് തിരുവനന്തപുരത്തെ ഈദ്ഗാഹിൽ അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യൻ വിശ്വാസികളും മുസ്ലിം വിശ്വാസികളും സഹവർത്തിത്വത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂരും പറഞ്ഞു. സംസ്ഥാനത്ത് ഈദ് നമസ്കാര വേദികളിലും കേരള സ്റ്റോറി തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. തിരുവനന്തപുരത്ത് പാളയ ഇമാം ഷുഹൈബ് മൗലവിയാണ് പ്രധാനമായും ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത്. കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന നിലപാടിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം, കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി അല്ല എന്ന വിമർശനമാണ് ഷുഹൈബ് മൗലവി പാളയത്ത് ഉന്നയിച്ചത്. സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു വട്ടം ചർച്ച ചെയ്തതാണ്, വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല. അകറ്റുന്നതാവരുത് കല. പരസ്പരം മടുപ്പിക്കുന്നതും പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം കല എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ക്രൈസ്തവ മുസ്ലിം വിശ്വാസികൾ സഹവർത്തിത്തോടെ പെരുമാറുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്ന പരാമർശമാണ് ഹുസൈൻ മടവൂർ നടത്തിയത്. നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒന്നാണ്. കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ്, റിയൽ ഹിസ്റ്ററി. അത് മറച്ചു വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പ്രണയത്തിൽ പെട്ടിട്ടുണ്ട് അല്ലേ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് എന്താണെന്നറിയോ? ദർ ഈസ് ലവ് ബട്ട് നോ ജിഹാദ് എന്നാണ്. അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. ദർ ഈസ് ലവ്, അത് ശരിയാണ്. അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ, വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരും കരുതിക്കൊള്ളുക. ഏതെങ്കിലും കെണി ചെന്ന് ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ദർ ഇസ് നോ ജിഹാദ്. അതിന്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല ഇവിടെ. ആരും അതിന് പ്രവർത്തിക്കുന്നില്ല, അതിന് ആവശ്യവുമില്ല. അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വരേണ്ടതുമില്ല. ഇതും യഥാർത്ഥത്തിലൂടെ നമ്മുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതിന് ആവശ്യമാണ്. ഏതായാലും കേരള രാഷ്ട്രീയ സമൂഹം ത്തിലെ ഭൂരിപക്ഷവും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗവും ചർച്ച ചെയ്ത് കേരളത്തിന്റെ റിയൽ സ്റ്റോറി അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേരള സ്റ്റോറി വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും സാമുദായിക വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തോടു കൂടിയാണ് കേരള സ്റ്റോറിയുടെ രണ്ടാം എപ്പിസോഡ് കേരളത്തിൽ ആരംഭിച്ചത്. അതിനെ എതിർത്ത് ഇടതുപക്ഷവും UDFും രംഗത്ത് വന്നു. അതിനെ അനുകൂലിച്ച് BJP രംഗത്ത് വന്നു. അതിനുശേഷം ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും ഒക്കെ ഇത് പ്രദർശിപ്പിക്കാൻ മുന്നോട്ട് വന്നതോടുകൂടിയാണ് വീണ്ടും കേരള സ്റ്റോറി ചർച്ചയാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും BJP ഉൾപ്പെടെ സംഘടനകൾ എന്തിനെ ഇതിനെ എതിർക്കുന്നുവെന്ന ചോദ്യമാണ് വലതു മുന്നണികളോട് ഉന്നയിക്കുന്നത്. ഇത് പ്രദർശിപ്പിക്കണം, ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന
അഭിപ്രായപ്പെടുന്ന ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമുണ്ട്. അവരിലും ഭിന്നതയുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യമായി തന്നെ കേരള സ്റ്റോറി വരും ദിവസങ്ങളിലും കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായും പ്രചരണ വിഷയമായും മാറുമെന്ന് ഉറപ്പാണ്. ഇതേ വിഷയത്തിൽ മറ്റൊരു പ്രതികരണം കണ്ടു നോക്കാം. കേരള സ്റ്റോറി സിനിമയുടെ പ്രചാരണം കേരളത്തിലുള്ളവർ കണക്കിലെടുക്കില്ലെന്ന് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ന്യൂസ് 18 പറയുന്നു. ഇത്തരം പ്രകോപനങ്ങളിലും പ്രലോഭനങ്ങളിലും ആരും വീണുപോകരുത്. ഇതെല്ലാം കെട്ടിച്ചമയ്ക്കുന്നതാണെന്നും കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം എല്ലാവർക്കും അറിയാമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ജനങ്ങളത് കണക്കിലെടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സാമുദായിക സൗഹാർദ്ദത്തെ മുഖവിലക്ക് എടുത്തുകൊണ്ടുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷമാണല്ലോ കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണത്തിലും കാര്യമില്ല. പിന്നെ അത്തരം പ്രലോഭനങ്ങളിലൊന്നും ആരും വീണു പോകരുതെന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇന്നിപ്പോൾ പള്ളികളിലൊക്കെ ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ അങ്ങനെ പ്രകോപനത്തിലൊന്നും ആരും വശംബദ്ധരായി പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകത ആണല്ലോ സാഹോദര്യത്തോടെ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പിന്നെ ഈ ഇത്തരത്തിലുള്ള കഥകളൊക്കെ തന്നെ കെട്ടിച്ചമക്കപ്പെടുന്നതാണ്. യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് സിനിമയുടെ പേരിൽ ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം പഠിക്കുന്നവർക്കറിയാം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. ഇതേ വിഷയത്തിൽ വിവാദം ഒഴിവാക്കാനാണ്, ചർച്ച ഒഴിവാക്കാനാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ പൊതുവിൽ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ന് സ്ഥാനാർത്ഥികൾ വിഷയത്തിൽ നിലപാടുമായി രംഗത്തെത്തി. അതുകൂടി കേൾക്കാം. കേരള സ്റ്റോറി കേരളത്തിന്റെ എല്ലാ ചരിത്രത്തെയും പുച്ഛിക്കുന്നതും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതാണ്. RSS ആണ് ഇതിന് പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കേരളത്തിൽ അവർ പ്രദർശനത്തിന് മുന്നോട്ട് വയ്ക്കാൻ ഇതൊന്നും കേരള ജനത അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതൊരു കേരളത്തിൽ അനുവദിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. കേരളത്തിന്റെ ഒരു നമ്മുടെ മഹിതമായ പാരമ്പര്യമുണ്ട്. ഒരു മതേതര പാരമ്പര്യമാണ്, സംസ്കാരമാണ്. അപ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ വിഭാഗീയതയുടെ ഒരു ആഴം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ബോധപൂർവമായ ശ്രമമാണ്. അതുകൊണ്ട് ആ ശ്രമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരും ഒരുമിച്ച് പോകണം. എല്ലാവരും സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകണം. എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയാവുന്ന ഒരു സംരക്ഷണം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം മൊത്തത്തിലാണ് ഈ കേരള സ്റ്റോറി അല്ല യാഥാർത്ഥ്യ കേരള സ്റ്റോറി. യാഥാർത്ഥ്യ കേരള സ്റ്റോറി ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ സംസ്ഥാനമാണ്. വന്ന് നമ്മുടെ ഓണം ആഘോഷം കാണും എല്ലാ മതത്തിൻ്റെ ജനങ്ങൾ. വന്ന് ഭീമപ്പള്ളി ഉറസിൽ വരും. എല്ലാ മതത്തിൻ്റെ ആൾക്കാർ ഇവിടെ ആഘോഷിക്കുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ റിയൽ കേരള സ്റ്റോറി. ഈ സിനിമയുടെ കഥ ശരിക്ക് സമുദായങ്ങളുടെ ഇടയിൽ ഒരു ക്രോധം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ്. അത് നമ്മുടെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. തീർന്നില്ല. കേരള സ്റ്റോറി പ്രദർശനത്തിൽ ഇനിയും ചില വിവാദങ്ങളുണ്ട്. അതുകൂടി നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഒരിടവേള. മടങ്ങി വരുമ്പോൾ കേരള സ്റ്റോറി പ്രദർശനത്തിൽ കത്തോലിക്ക സഭയിലും ഭിന്നതയുണ്ട്. സിനിമാ പ്രദർശനവുമായി കൂടുതൽ സഭകൾ രംഗത്തു വരുന്നതിനിടെ മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ പ്രദർശിപ്പിച്ചു. സാൻജോപുരം പള്ളിയിലാണ് മണിപ്പൂർ വിഷയം പ്രമേയമാക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. 100-ലേറെ വരുന്ന ബൈബിൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിയണമെന്ന് പള്ളി വികാരി നിതിൻ പനവേലി പറഞ്ഞു. കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും ഏതെങ്കിലും രൂപതയോ സഭയോ നല്ലത് പറഞ്ഞതുകൊണ്ട് അതിൽ മാറ്റം വരില്ലെന്നും പള്ളി വികാരി കൂട്ടിച്ചേർത്തു. വേദനിക്കുന്നവർക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അജണ്ടയല്ല, വസ്തുതകളാണ് അറിയേണ്ടത്. ലവ് ജിഹാദിന്റെ ഊതിപ്പെരുപ്പിച്ച കണക്കുകൾക്ക് പകരം കൃത്യമായ കണക്കുകൾ പുറത്തുവിടട്ടെ എന്നും ഫാദർ പറഞ്ഞു. മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള വേദനകളുടെ കഥകൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും ആവർത്തിക്കാൻ തെറ്റില്ല. പക്ഷേ കുക്ക്ഡപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരള സമൂഹം കുറച്ചും കൂടി ബോധ്യമുള്ളവരാണ്, കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ളവരാണ്, വിവേകമുള്ളവരാണ്.
അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണഗതിയിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് നമ്മുടെ കേരളം അല്ലല്ലോ, നമ്മുടെ കേരളം ഇങ്ങനെയല്ലല്ലോ, ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇത് കേരളത്തെ പറ്റി അവർ പറയുന്ന കാര്യം നമ്മൾ കാണുന്നൊരു കേരളമല്ലല്ലോ. അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം ശക്തമാണ്. പ്രണയക്കെണിക്കെതിരെ ബോധവൽക്കരണം ആവശ്യമെന്ന് പറയുന്നവർ തന്നെ കേരള സ്റ്റോറി സിനിമ ഏറ്റെടുക്കുന്നത് തെറ്റായ സന്ദേശം നൽകുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് KCVC അടക്കം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കലാപം തടയാൻ മണിപ്പൂർ സർക്കാർ പരാജയപ്പെട്ടു എന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല എന്നും വലിയ രീതിയിൽ സഭ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരള സ്റ്റോറി സിനിമ തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവ സമൂഹം ഏറ്റെടുക്കുന്നത് അനുകൂലമായിട്ടാണ് NDA നേതൃത്വവും അറിയിക്കുന്നത്. ഇത്തരം വിവാദങ്ങൾക്കിടെ മനോഹരമായൊരു കാഴ്ച വരുന്നത് മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ്. ഈ വിവാദം കത്തിനിൽക്കെ യഥാർത്ഥ ഒരു കേരള സ്റ്റോറി വാർത്ത വരുന്നത് ഇങ്ങനെയാണ്. പെരുന്നാൾ ദിനത്തിൽ മഞ്ചേരിയിൽ ഈദ് നമസ്കാരം നടന്നത് ഒരു CSI ദേവാലയത്തിലാണ്. പ്രദേശത്തെ മുസ്ലിം പള്ളികളിൽ ഈദ് നമസ്കാരത്തിന് സൗകര്യം ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു വിശ്വാസികൾക്കായി ദേവാലയ അങ്കണം അനുവദിച്ചു കൊടുത്തത്. എല്ലാവരും സഹോദരങ്ങളാണെന്നും മതമല്ല പരസ്പര സ്നേഹമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്നും പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു മഞ്ചേരി CSI നിക്കോളാസ് മെമ്മോറിയൽ ദേവാലയം. മുസ്ലിം പള്ളികളിലെ സ്ഥലപരിമിതി മനസ്സിലാക്കി വിശ്വാസികൾക്കായി ഈദ് നമസ്കാരത്തിന് ദേവാലയം തുറന്നുകൊടുക്കുകയായിരുന്നു. മതങ്ങളും പരസ്പരം വെറുപ്പോടെയും വൈരാഗ്യത്തോടെ ഭീതിയോടെ സംശയത്തോടൊക്കെ നോക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. അപ്പോൾ വെറുപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറഞ്ഞ മാതിരി കടകൾ, വെറുപ്പിൻ്റെ കടകളുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതൽ പരസ്പര സ്നേഹത്തിൽ യോജിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനുള്ള കാലഘട്ടമാണിത്. ചെറിയ പെരുന്നാൾ ദിനം പ്രാർത്ഥനകൾക്ക് സൗകര്യം നൽകിയതിന് വിശ്വാസി സമൂഹത്തിനും പറയാൻ നന്ദി വാക്കുകൾ ഏറെ. മതേതര മനസ്സുകളെ ഛിന്നഭിന്നമാക്കാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളിൽ ആവർത്തിക്കുകയാണ്. അത്തരം ദുശക്തികളുടെ പരിശ്രമങ്ങൾക്കുള്ള ഏറ്റവും മാന്യവും സുന്ദരവുമായ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മതേതര ഇടങ്ങൾ. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ മുക്കുമൂലകളിൽ ഇതുപോലെയുള്ള മതേതരത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, മനുഷ്യസ്നേഹത്തിൻ്റെ ഉന്നതമായ കാഴ്ചകൾ ഇനിയുള്ള ദിനങ്ങളിൽ തീർച്ചയായും ഉണ്ടാവണം. രാജ്യം കടന്നു പോകുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി മതേതര ചേരികൾ ഒന്നിച്ചൊന്നായി നിൽക്കേണ്ട ഈ സന്ദർഭം, അതാണ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തു എന്ന തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് പോകുക. മഞ്ചേരി സംയുക്ത ഈദ് കമ്മിറ്റിയാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്. മഞ്ചേരിക്കാർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ന്യൂസ് 18 മലപ്പുറം. വീണ്ടും വരുമ്പോൾ പൗരത്വ ഭേദഗതി നിയമവും റിയാസ് മൗലവി കൊലപാതക കേസിലെ വിധിയും പരാമർശിച്ചായിരുന്നു ഇന്ന് ഈദ് നമസ്കാരത്തിനിടെ പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയുടെ ഈദുദിന സന്ദേശം. രാജ്യത്ത് മുസ്ലിം വിരുദ്ധ നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് പോകുന്നതിൻ്റെ ഉദാഹരണമാണ് പൗരത്വ ഭേദഗതി നിയമം. റിയാസ് മൗലവി കൊലപാതക കേസിൽ വീഴ്ച പരിഹരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും സർക്കാർ എത്രയും വേഗം അപ്പീൽ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അപ്പീൽ നൽകിയ നടപടി സ്വാഗതാർഹമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ശശി തരൂരിൻ്റെ ഒരു പ്രതികരണം കൂടി നോക്കാം. അന്നും ഇന്നും നാളെയും പാലസ്തീനൊപ്പമെന്നാണ് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ നിലപാട്. MP ആയിരുന്നപ്പോൾ അത് വ്യക്തമാക്കിയിരുന്നതാണ്. ഇസ്രയേലിൻ്റെ ഒപ്പം നിൽക്കുന്നത് പൈശാചികമെന്ന പാളയം ഇമാമിൻ്റെ വിമർശനത്തിന് പിന്നാലെയാണ് തരൂരിൻ്റെ പ്രതികരണം. അന്നും ഇന്നും നാളെയും ഞാൻ പാലസ്തീനിയൻ ജനങ്ങളൊപ്പം തന്നെയാണ്. ഇത് ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽക്കും ഭാരത സർക്കാരിൻ്റെ മന്ത്രിയായിട്ടും ഒരു പ്രതിപക്ഷ MP ആയിട്ടും എൻ്റെ സ്റ്റാൻഡ് സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വലിയ ഗുണം കാണുന്നില്ല. ഞാൻ എല്ലാ വിധത്തിലും ഈ കാര്യത്തിൽ എൻ്റെ പ്രസംഗമെന്ന് ജനങ്ങൾ യൂട്യൂബിൽ കേൾക്കട്ടെ. അന്യൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ പിടിച്ച് നടത്തിയിട്ട് വിവാദമുണ്ടാക്കുന്നത് ശരിയല്ല. ഒരു മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ നിറവിലാണ് ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മലപ്പുറം മാദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ഇബ്രാഹിമുൽ ഖലീലുൽ അൽ ബുഖാരി തങ്ങൾ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ബീച്ചിൽ നടന്ന ഈദ്ഗാഹിന് KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂരും, കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പുല്ലേപ്പടി ജുമാ മസ്ജിദ് ഇമാം
സലാഹുദ്ദീൻ മദനിയും നേതൃത്വം കൊടുത്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭീമാപ്പള്ളിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. വിവിധ സ്ഥാനാർത്ഥികളും ഈദ്ഗാഹിന്റെ ഭാഗമായി. സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ഈദ് ആഘോഷിക്കണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ചെറിയ പെരുന്നാൾ ദിവസം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാണക്കാടാണ്. ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങളൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പെരുന്നാളിന്റെ ആശംസകൾ ആദ്യം. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ കാണുന്നത്? പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ചെറിയ പെരുന്നാൾ എന്ന് പറയുന്ന ഈദുൽ ഫിത്തർ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്ന ഒരു പാരിതോഷികമാണ് പെരുന്നാൾ എന്നുള്ളത്. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ ധന്യമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ ഭക്തി നിർഭരമായി അത് നിർവഹിക്കുവാൻ ബോധപൂർവം വിശ്വാസികളെല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്ന ഈ പെരുന്നാൾ ദിനം സന്തോഷത്തിൻ്റെതാണ്, ആഘോഷത്തിൻ്റെതാണ്. എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഈ പെരുന്നാൾ, സാധാരണ പെരുന്നാൾ നമ്മളെല്ലാം തറവാട്ടിൽ ഒരുമിച്ചിരിക്കുന്നു. പലരും ഇപ്പോൾ വിദേശത്താണ് തോന്നുന്നല്ലേ ഇത്തവണ? ഇത്തവണ ഇവിടെ ഞാനും അബ്ബാസും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ പുറത്താണുള്ളത്. എന്നാലും വീടുകളിലെ ആളുകളുണ്ട്. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടും. ചോറ് ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ച് കൂടും. പെരുന്നാൾ ഏറ്റവും വലുത് ഇങ്ങനെ കുടുംബ സന്ദർശനങ്ങൾ, ആ ബന്ധം ഊട്ടിയുറപ്പിക്കുക, ഒരു സന്തോഷത്തിൻ്റെ ഇതിനാണ്. ഒരു മാസത്തെ ആ ഒരു ദർശനം, അതിലൊക്കെ ഒരു ആത്മീയ ചൈതന്യം നേടിയെടുത്ത് അങ്ങനെ ഒരു നല്ല സന്തോഷത്തിൻ്റെ ഇത്. തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ, എന്താണ് പ്രചരണത്തിന്റെ ഒരു ഇതിലേക്ക് ഇന്ന് കിടക്കുമോ? ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു മാസക്കാലം നോമ്പിന്റെ ഒന്നാമത് ചൂടും അതുപോലെ തന്നെ നോമ്പിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പെരുന്നാളിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാ ഷെഡ്യൂളൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി പെരുന്നാളിന് മറ്റന്നാൾ മുതൽ നമ്മൾ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്ന കേസിൽ 2 പേർ പിടിയിൽ. നിതിൻ, ദീപക് എന്നിവരാണ് പിടിയിലായത്. തുരുത്തിശ്ശേരിയിലെ വിനു വിക്രമനാണ് കൊല്ലപ്പെട്ടത്. ബാറിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷം വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും പിന്നീട് ഇയാൾ മരണപ്പെടുകയുമായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അതിന്റെ പോലീസിന്റെ തുടർ നീക്കങ്ങൾ, അതെങ്ങനെയാണ്? സജിത്ത്, ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തത്. നെടുമ്പാശ്ശേരിയിലെ ഗുണ്ടാ നേതാവ് വിനു വിക്രമനെ വെട്ടിക്കുന്ന സംഭവത്തിലാണ് നടപടി. 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. നിതിൻ, ദീപക് എന്നിവരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടെ കുറുമശ്ശേരിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബാറിൽ നിന്നും ഇവര് മദ്യപിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ബാറിൽ നിന്നും അവിടെ വെച്ച് ബഹളമുണ്ടായ ശേഷം ബാറിൽ നിന്നും ഓട്ടോയിൽ കയറ്റി വിനുവിനെ കൊണ്ടുപോയി. അതിനുശേഷമാണ് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2019 നവംബറിൽ ഗുണ്ടാ നേതാവ് ബിനോയിയെ കൊലപ്പെടുത്തിയതിന് സമാനമായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത്. വിവിധ ഭാഗങ്ങളിൽ വിനുവിനെ ഉടല് മുഴുവൻ വെട്ടേറ്റ നിലയിലായിരുന്നു. ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ്. അതിനുശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരിച്ചത്. അതും മാത്രമല്ല, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ വിനു വിക്രമൻ എന്നയാള്. ഈ 2019 കൊല്ലപ്പെട്ട ഈ ബിനോയ് രൂപീകരിച്ച അത്താണി എന്ന ഗുണ്ടാ സംഘത്തിലായിരുന്നു വിനു വിക്രമൻ ആദ്യകാലത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നിരുന്നത്. പിന്നീട് ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഗുണ്ടാ പിരിവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കത്തിനൊടുവിലാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ബിനോയെ നടുറോഡിലിട്ട് വിനു സംഘവും കൊലപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ വിനു വിക്രമന്റെ നേതൃത്വത്തിലായിരുന്നു അത്താണി ബോയ്സിന്റെ പ്രവർത്തനം നടന്നു വന്നത്. അപ്പോ ഇത് തുടർ നീക്കങ്ങൾ ഇനിയും കൂടുതൽ പ്രതികൾ അറസ്റ്റിലാവാനുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. കൂടുതൽ നിരീക്ഷണങ്ങളാണ് ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ കൂടുതൽ നിരീക്ഷിക്കുകയാണ് പോലീസ്. കൊച്ചിയിലെ ഗുണ്ടാപ്പക തീരുന്നില്ല. തുടർച്ചയായ സംഭവങ്ങൾ, പോലീസിന്റെ അറസ്റ്റ് നടപടികൾ നടക്കുന്നു. മറ്റൊരു ദുഃഖകരമായ വാർത്തയിലേക്ക് നമ്മൾ വരുമ്പോൾ കോട്ടയം വെള്ളൂരിൽ ട്രെയിൻ തട്ടി 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. വെള്ളൂർ സ്വദേശികളായ വൈഷ്ണവ് മോഹൻ, ജിഷ്ണു വേണുഗോപാൽ എന്നിവരാണ് മരിച്ചത്. വടയാർ ആറ്റുവേല ഉത്സവം കണ്ട് മടങ്ങി വരും വഴി പുലർച്ചെയായിരുന്നു അപകടം. ട്രാക്കിലൂടെ നടക്കുന്നതിനിടെ എതിരെ ട്രെയിൻ വരുന്നത് കണ്ട് തൊട്ടടുത്ത ട്രാക്കിലേക്ക് മാറിയപ്പോൾ പിന്നിൽ നിന്നും വന്ന ട്രെയിൻ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കോട്ടയം മംഗളം കോളേജിലെ BBA വിദ്യാർത്ഥികളാണ് ഇരുവരും.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് 3 കോടതികളിലാണെന്നാണ് കണ്ടെത്തൽ. ശിരസ്താറിന്റെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ജില്ലാ ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, അതിജീവിതയുടെ ആക്ഷേപമായിരുന്നു ഈ മെമ്മറി കാർഡിൽ ചില അനധികൃത പരിശോധനകൾ നടന്നു എന്നത്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലാണിപ്പോൾ ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട്. ഇതിന്റെ തുടർ നടപടികൾ അതെങ്ങനെയായിരിക്കും? സൂചിപ്പിച്ചതുപോലെ അതിജീവിതയുടെ ഈ പരാതി വ്യക്തമാക്കുന്ന തരത്തിലാണ് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 3 തവണയാണ് നിയമവിരുദ്ധമായി ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കോടതിയുടെ ചെസ്സിൽ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡാണ്. പക്ഷെ അനധികൃതമായി അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിക്കേണ്ടത് 2018 ജനുവരി 9 രാത്രി 9:58 ഈ മെമ്മറി കാർഡ് ലീന റഷീദ് അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദ് ഈ മെമ്മറി കാർഡിൽ പരിശോധന നടത്തിയത്. തുടർന്ന് അതേ വർഷം തന്നെ ഡിസംബർ 13 രാത്രി 10:58 ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കോടതി ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹൻ ജഡ്ജിയുടെ PA ആണ്. അദ്ദേഹവും മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 2022 ആ ഫോൺ നഷ്ടപ്പെട്ടു. ഇത് ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ അങ്ങനെ ചെയ്തതെന്നാണ് മഹേഷ് മോഹൻ പിന്നീട് പ്രതികരിക്കുകയുണ്ടായത്. പിന്നീട് ഒരിക്കൽ കൂടി ഉണ്ടായത് ഈ മെമ്മറി കാർഡ്, അതായത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ച് ദൃശ്യങ്ങൾ കണ്ടത്, പീഡന ദൃശ്യങ്ങൾ കണ്ടത് അവിടുത്തെ ശിരസ്താറിന്റെ ഫോണിലാണ്. അതായത് ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ച് ദൃശ്യങ്ങൾ കണ്ട ഒരു വിവോ ഫോൺ കണ്ടെത്തിയെന്ന്. ആ വിവോ ഫോൺ എന്ന് പറയുന്നത് ശിരസ്താർ താജുദ്ദീന്റേതാണ്. ആ കേസ് അന്വേഷണം നടത്തിയത് ജഡ്ജി ഹണി എം വഗീസുമാണ് കേസ് അന്വേഷണം നടത്തിയത്. അപ്പൊ ഇത്തരത്തിൽ അതിജീവിത ഉന്നയിച്ച ഈ പരാതി ഇപ്പോൾ സത്യമാണ് എന്ന തരത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡിന്റെ മേലുള്ള അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നും തന്റെ ഭാഗം കേൾക്കണമെന്ന നിർദ്ദേശം ലംഘിച്ചാണ് അന്വേഷണം നടത്തിയത്. IG റാങ്കിലുള്ള ഒരാൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേണം ഇനി കേസ് അന്വേഷിക്കാൻ എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൂടിയാണ് അതിജീവിത ഹർജി സമർപ്പിച്ചത്. അതാണ്, അത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നതാണ് അതിജീവിതയുടെ ഹർജി. ആ പരാതിയുടെ നടപടിയാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ പ്രശസ്ത നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. മലയാള സിനിമയുടെ മുഖച്ഛായ മാറ്റിയ ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. സിനിമയുടെ വാണിജ്യ വിജയം മാത്രം ലക്ഷ്യമിടാതെ കലാമൂല്യത്തിനു കൂടി വില കൽപ്പിച്ച സിനിമാ പ്രവർത്തകൻ. അനശ്വര സംവിധായകൻ പത്മരാജന് കരുത്തായി നിന്നയാൾ എന്ന വിശേഷണം ഗാന്ധിമതി ബാലന് അവകാശപ്പെടാം. തൂവാനത്തുമ്പികളും മൂന്നാം പക്കവുമൊക്കെ കാലാതിവർത്തിയായി നിൽക്കുമ്പോൾ അതിനൊപ്പം ഗാന്ധിമതി ഫിലിംസ് എന്ന പേരുകൂടി മലയാള സിനിമാ ചരിത്രത്തിന്റെ ഭാഗമായി. തൂവാനത്തുമ്പികൾ, നൊമ്പരത്തിപ്പൂവ്, പഞ്ചവടിപ്പാലം, സുഗമോദേവി തുടങ്ങി കലാമൂല്യമുള്ള നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പത്മരാജൻ ചിത്രങ്ങളുടെ സ്ഥിരം നിർമ്മാതാവായിരുന്നു അദ്ദേഹം. എങ്കിലും KG ജോർജ്, വേണു നാഗവള്ളി തുടങ്ങി നിരവധി സംവിധായകരുടെ അനശ്വര ചിത്രങ്ങളുടെ പിന്നണിയിലും ബാലനായിരുന്നു. ഗാന്ധിമതി ഫിലിംസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ സിനിമകൾ പറയും ബാലൻ എന്ന നിർമ്മാതാവിന്റെ മേൽവിലാസം. പത്മരാജന്റെ അകാല വിയോഗത്തിനു ശേഷം അദ്ദേഹം സിനിമ നിർമ്മിച്ചില്ല. എങ്കിലും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു. ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. താരസംഘടന അമ്മ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചതും ഗാന്ധിമതി ബാലൻ ആയിരുന്നു. ചലച്ചിത്ര മേഖല കൂടാതെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയാണെങ്കിലും തിരുവനന്തപുരമായിരുന്നു പ്രവർത്തന മേഖല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള, മടങ്ങി വരാം. വീണ്ടും വാർത്തകളിലേക്ക് വരുമ്പോൾ ചുട്ടുപൊള്ളുകയാണ് കേരളം. വേനൽ ചൂട് അതിൻ്റെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ് അനുഭവപ്പെടുന്നത്. പാലക്കാട് വേനൽ ചൂട് 45 ഡിഗ്രിക്ക് മുകളിലാണ് രേഖപ്പെടുത്തിയത്.
കഴിഞ്ഞ 3 ദിവസമായി 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട്ടെ ചൂട്. 44.7 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ താപനിലയിൽ വ്യതിയാനമുണ്ടായത്. ശുദ്ധജലമില്ലാതെ ജനങ്ങൾ വലിയ തോതിൽ വലയുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും പാലക്കാടുണ്ട്. എന്തായാലും വേനൽമഴ അടുത്ത 2-3 ദിവസത്തിനകം ശക്തമായ വേനൽമഴ തന്നെ ലഭിച്ചില്ലെങ്കിൽ വലിയ തോതിലേക്ക് വരൾച്ചയിലേക്ക് പാലക്കാട് പോവും. എന്തായാലും കയ്യിൽ വെള്ളം കരുതാതെ പുറത്തിറങ്ങാനാവാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ ഉച്ച സമയത്തൊന്നും വെയിലത്ത് നിൽക്കാനേ കഴിയില്ല. രാവിലെ 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയത്ത് പുറം ജോലികൾ ചെയ്യരുത് എന്ന് കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും പുറത്ത് കൃഷിയിടങ്ങളിലും മറ്റുമെല്ലാം തന്നെ കർഷകർ ഈ നട്ടുച്ച സമയത്ത് പോലും ജോലി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും വീട്ടിലാണെങ്കിൽ പോലും ഫാന് ഒരു സമയം കഴിഞ്ഞാൽ വലിയ ചൂട് ഫാനിൽ നിന്ന് തന്നെ അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ട്. AC ഇല്ലാതെ പാലക്കാട് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ചൂടുണ്ട്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 11-11:30 അവരുടെ പ്രചാരണം നിർത്തുകയും തുടർന്ന് 3 മണിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ കാര്യമായി ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ പര്യടനം മാത്രമാണുള്ളത്. UDF LDF സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിശ്രമത്തിലും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകൾ സന്ദർശിക്കുന്ന ഒരു തിരക്കിലുമാണ്. എന്തായാലും ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള അതായത് തണ്ണിമത്തൻ അതുപോലെ തന്നെ പനന്നൂങ്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വ്യാപകമായി തന്നെ കച്ചവടം നടക്കുന്നുണ്ട്. ഇവിടെ ആളുകൾ കൂടുതലായി ഇവിടെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വെള്ളം കയ്യിൽ കരുതിക്കൊണ്ട് തന്നെയാണ് ആളുകൾ വരുന്നത്. സൂര്യതാപത്തിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഉച്ച സമയങ്ങളിലൊന്നും പരമാവധി ഇരുചക്ര വാഹനങ്ങളിലും മറ്റും ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടായാൽ മാത്രമായിരിക്കും ഈ ഒരു ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുക. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെല്ലൂരിലും മേട്ടുപ്പാളയത്തും പൊതുയോഗത്തിൽ മോദി പങ്കെടുത്തു. ഭരണകക്ഷിയായ DMK നേരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. DMK ഒരു കുടുംബ സ്ഥാപനമായി മാറിയെന്നും തമിഴ്നാട്ടിലെ യുവജനത മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബാധിപത്യവും അഴിമതിയും യഥാർത്ഥ തമിഴ് സംസ്കാരത്തിന് എതിരാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഇന്നലെ ചെന്നൈയിൽ റോഡ് ഷോയിലും മോദി പങ്കെടുത്തിരുന്നു. ഈ വർഷത്തെ പ്രധാനമന്ത്രിയുടെ 7ാമത്തെ തമിഴ്നാട് സന്ദർശനമായിരുന്നു ഇത്. മറ്റൊരു രാഷ്ട്രീയ രംഗത്തെ വാർത്തയിലേക്ക് നമ്മൾ വരുമ്പോൾ കോട്ടയത്തേക്ക് പോകാം. രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ മുൻ ജില്ലാ അധ്യക്ഷനായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ നിലപാടെടുക്കുകയാണ്. കോട്ടയത്ത് ശക്തി പ്രകടനം നടത്തി നിലപാട് പ്രഖ്യാപിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. 15-ാം തീയതി സമ്മേളനം നടത്താനാണ് ആലോചന. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ജോസഫ് ഗ്രൂപ്പ് വിട്ട് പുറത്തു വരുമെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ശശി തരൂരിന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വക്കീൽ നോട്ടീസ്. പണം നൽകി വോട്ട് നേടാൻ ശ്രമിച്ചുവെന്ന തരൂരിൻ്റെ ആരോപണത്തിനാണ് ഈ നിയമ നടപടി. ആരോപണം പിൻവലിച്ച് ശശി തരൂർ മാപ്പ് പറയണമെന്നാണ് ആവശ്യം. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ശശി തരൂരിൻ്റെ ശ്രമമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഈ വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നു. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ. വീണ്ടും മറ്റൊരു ദേശീയ വാർത്തയിലേക്ക് വരുമ്പോൾ സന്ദേശ് ഖാലിയിലെ ഭൂമി തട്ടിപ്പും ലൈംഗിക അതിക്രമ കേസുകളും CBI അന്വേഷിക്കും. കോടതി മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. നീതിയുക്തമായ അന്വേഷണം ആവശ്യമാണെന്ന് വ്യക്തമാക്കി
കൊൽക്കത്ത ഹൈക്കോടതിയാണ് CBIക്ക് അന്വേഷണം കൈമാറിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പരാതി നൽകിയ സന്ദേശ് ഖാലിയിലെ ഒരു കൂട്ടം സ്ത്രീകളുടെ ഹർജി പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. വ്യക്തികൾക്ക് പരാതി നൽകാൻ പോർട്ടൽ രൂപീകരിക്കാനും കോടതി നിർദ്ദേശം നൽകി. കേസിലെ ഇരകളുടെയും സാക്ഷികളുടെയും സുരക്ഷ പരിഗണിച്ചാണ് നടപടി. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവന് 52,880. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5525, പവന് 44,200. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോഗ്രാമിന് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 PM അവസാനിക്കുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം.